ഹായ് ഫ്രണ്ട്സ്, സാധൻ കുക്ക് ഷോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഐറ്റം ഏത്തപ്പഴം വെച്ച് സ്നാക്സാണ്. ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത ഏത്തപ്പഴം ഇരിക്കണം, അതായത് തൊലി കറുത്ത ഏത്തപ്പഴം. അതായിട്ട് ഇപ്പോൾ അത് വെച്ച് അത് വെച്ച് ഉണ്ടാക്കേണ്ടത്. നല്ല തൊലി കറുത്ത ഏത്തപ്പഴമാണ് ഞാൻ നല്ലത്. അതിന് മധുരം കൂടുതലായിരിക്കും, രുചി കൂടുതലായിരിക്കും. നല്ല പഴുത്ത പഴം, അതാണ് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. മെയിൻ 2 ഏത്തപ്പഴം എടുത്തേക്കണത്, 2 മുട്ട എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് പാല്, പിന്നെ പഞ്ചസാര, ബ്രോക്കൺ കാഷ്നട്ട്, പിന്നെ കിസ്മസ്, സാധാരണ ജീരകം, തേങ്ങാക്കൊത്ത്, ഒരു തേങ്ങ ചിരണ്ടിയത്, പിന്നെ നെയ്യ്. ആദ്യമായിട്ട് നമുക്ക് കിസ്മസും കാഷ്നട്ടും ഒന്ന് ഫ്രൈ ആക്കാം. 2 സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. പൊളിച്ച് ചെറുതായിട്ട് കൊത്തിയെടുത്താണ്. അത് നമുക്ക് നെയ്യിൽ വന്ന് വറുത്തെടുക്കാം. നെയ്യ് വീഴാറുണ്ട്, നമുക്ക് തേങ്ങ ഒന്ന് കൊത്ത് വറുത്തെടുക്കാം. തേങ്ങ ബ്രൗൺ കളറായിട്ടുണ്ട്, അത് നമുക്ക് മാറ്റാം. അധികം ഫ്രൈ ആക്കണ്ട, ചെറിയ ബ്രൗൺ കളർ വന്നാൽ മതി. കശുവണ്ടി നമുക്ക് വറുത്തെടുക്കാം. കശുവണ്ടി ബ്രൗൺ കളറായിട്ടുണ്ട്, വേഗം മാറ്റാം. അടുത്ത കിസ്മസ്, അത് ബോളായിട്ട് വരും. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. നല്ല ഹെൽത്തിയാണ്. അത് ജീരകം നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കാം. ജീരകം പൊട്ടി വരുമ്പോൾ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നെയ്യായിട്ടൊന്ന് മിക്സൊക്കെ ആയി. ഇതിനകത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കൂടിയതിന് കുഴപ്പമൊന്നുമില്ല. ഈ പഞ്ചസാരയും തേങ്ങയും നമ്മൾ ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര അധികം അലക്കണ്ട, ഒരു ബ്രൗൺ കളറൊക്കെ ആയാൽ മതി. തേങ്ങ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പഞ്ചസാര ഓക്കെയാണ്. ഫ്ലേവറിന് വേണ്ടി നമുക്ക് 2 ഏലക്ക പൊട്ടിച്ചിടാം. തേങ്ങ ശരിയായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കശുവണ്ടി മിക്സ് ചെയ്യാം. തേങ്ങ കൊത്ത് മിക്സ് ചെയ്തു, കിസ്മസ്, കശുവണ്ടി വറുത്തത്, ഇതുപോലെ എല്ലാം മിക്സിങ് റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര ഇതൊക്കെ മിക്സിങ് ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്യാം. തേങ്ങ, പഞ്ചസാര, കശുവണ്ടി, മുന്തിരി, തേങ്ങ കൊത്ത് ഇതെല്ലാം കൂടെ മിക്സിങ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂട്ട് റെഡിയാക്കാം. പഴുത്തിട്ട് കറക്കണ പഴമായിരിക്കണം ഇതിന് വേണ്ടത്. അതാകുമ്പോൾ നല്ല രുചിയുള്ള പഴമായിരിക്കും. പഴത്തിന് മധുരം കൂടും. ഇല്ല, പഴം ചെറിയ ചെറിയ പീസാക്കാം. 2 മിക്സിയിലോട്ട് ഇടാം. ഇത് 2 വലിയ സ്പൂൺ പഞ്ചസാര ഇടണം. നമ്മൾ 2 ഏലക്ക ഇതിനകത്ത് പൊടിച്ചിടണം. രണ്ട് മുട്ട പൊട്ടിച്ചിടാം. അപ്പോൾ പഴമായി, പഞ്ചസാരയുണ്ട്, ഏലക്കാപ്പൊടി, 2 മുട്ട, 1 ഗ്ലാസ് പാല്. നല്ല പേസ്റ്റായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. മുട്ട, ഏത്തപ്പഴം, ഏലക്ക, പാല് ഇതെല്ലാം ഇട്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് പാനിൽ നെയ്യ് പറ്റിയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടത് 1 ഇഞ്ച് കനമുള്ള പാത്രമെങ്കിലും വേണം. ആദ്യം സ്വല്പം നെയ്യ് ഒഴിക്കുക, ഇതെല്ലായിടത്തും പുരട്ടുക. ഈ അടിയിലോട്ട് കുറച്ച് കശുവണ്ടി ഇങ്ങനെ ചായ ബെതറ ഭംഗിക്കാണിട്ടത്. ഫ്രൈ പാനിൽ നമ്മൾ നെയ്യ് വെച്ച് മുകളിൽ കുറച്ച് കശുവണ്ടി ഇങ്ങനെ ബെതറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ പകുതി ഇതിനകത്തോട്ട് ഒഴിക്കാം. പകുതി ഇതിനകത്തോട്ട് ഒഴിക്കാം. ചെറിയ തീയിലേ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അടിക്ക് അരിഞ്ഞു പോകും. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിടാം.
ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊക്കി നോക്കാം. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഈ മിക്സിങ് അതിന് മുകളിൽ ഫില്ല് ചെയ്യാം. ബാക്കിയുള്ള ബാറ്ററി എൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. ഇതൊന്ന് 5 മിനിറ്റ് വേകണം. ഇത് മറിച്ചിട്ട് ഈ വശം നന്നായിട്ട് വേവിക്കണം. ശരിക്കും വെന്തിട്ടില്ല. നമുക്കിത് മറിച്ചിടാനുള്ള നോക്കാം. ഇത് മൂടിയിട്ട് കമത്തിയെടുക്കാം. അപ്പോൾ ഇത് ദർശൻ എൻ്റെ നൈബറാണ്. ചിന്മയ സ്കൂളിൽ എത്രല്ല പഠിക്കണം അവൻ? 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ്. ഇപ്പോൾ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? വരക്കും, ഭംഗിയായിട്ട് വരക്കും. ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? ഏതാ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഡാനി. അപ്പോൾ ഇവനിന്ന് ഇത് സ്നാക്സ് രുചിച്ച് നോക്കാൻ വേണ്ടി എന്നോട് വന്നേക്കണതാണ് അല്ലേ? നമ്മുടെ സ്നാക്സ് നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ദർശനം ഇത് കഴിക്കണം. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയൊക്കെ ഉണ്ട്, എന്താണ് ഇതിൻ്റെ ടെസ്റ്റൊക്കെ പറയണം. ഓക്കെ, ആ ദർശനം കഴിച്ചു നോക്കാൻ പോകണം കേട്ടോ. സോഫ്റ്റ് ടെക്സ്ചർ ഉണ്ട്, പരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്, കൂടാതെ മധുരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്. നല്ല സ്നാക്സ് ആണ്. വിശപ്പ് മാറാൻ പറ്റുന്ന സ്നാക്കാണ്. വിശപ്പ് മാറാൻ പറ്റുന്ന സ്നാക്സ് അമ്മ എടുക്കാൻ കണ്ടാ. സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ നീ അമ്മടുത്ത് പറയണം ഇതൊന്നും ഉണ്ടാക്കി തരാനായിട്ട്. യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പോൾ നീ അമ്മടുത്ത് പറഞ്ഞിട്ട് ഇതുണ്ടാക്കി തരാൻ പറയണം. കേട്ടോ, ഇപ്പോൾ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഇല്ല എനിക്ക്. നല്ല 4 മണി പലഹാരമാണ്. വിശപ്പിന് പറ്റിയതാണ്. പിള്ളേർക്ക് വിശപ്പാണല്ലേ പ്രശ്നം. വിശപ്പിന് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണം. വീട്ടിലുള്ള പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഇത് എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റൊക്കെ ഇടണം. അടുത്ത വിധമായിട്ട് വീണ്ടും വരുന്നവരെയും ബൈ.